ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻചേര. ഇന്നത്തെ ബിസി ലൈഫിൽ ചാർട്ടിൻ്റെ മുന്നിലിരുന്ന് നമുക്ക് അനാലിസിസ് ചെയ്തിട്ട് കറക്റ്റായിട്ടൊരു എൻട്രി കണ്ടുപിടിച്ച് നമുക്ക് എടുത്ത് ട്രേഡ് ചെയ്യാനുള്ള ക്ഷമ ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കൂടുതലും പേര് ടിപ്സിനെ സമീപിക്കുന്നത്. ഡയറക്റ്റായിട്ടൊരു എൻട്രി കൊടുത്ത് എവിടെ എക്സിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്താൽ അത്രയും നമുക്ക് ആക്ച്വലി ഹെൽപ്ഫുൾ ആവും. അതാണ് എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്ക് സ്കാൽപ്പിംഗ്, അതായത് പെട്ടെന്ന് എൻട്രി എടുത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഓപ്ഷൻസിലൂടെ സാധിക്കും. 80-90% ആക്യുറസിയോട് നമുക്ക് ട്രേഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ അതുപോലെ രാവിലത്തെ മോർണിംഗ് മൊമെൻ്റ് ഇപ്പോൾ 10 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ 11 മണിക്ക് മുമ്പ് നമുക്ക് വന്ന എൻട്രികളാണ് കാണിക്കുന്നത്. ഇതിൽ 3 എൻട്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നിഫ്റ്റിയുടെ നമുക്ക് 24,000 കോൾ ഓപ്ഷനിൽ രാവിലെ നമ്മൾ മോർണിംഗിൽ ട്രേഡ് പിടിച്ചത് ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് റിവേഴ്സ് അടിച്ച് തിരിച്ച് ഇവിടുന്ന് 228 നമുക്ക് കയറിയിട്ടുള്ള മാർക്കറ്റ് നേരെ 281 വരെ പോയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് നമുക്ക് 2,500 കുറയാതെ നമുക്ക് പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട് ഇതിനകത്തുനിന്ന്. അപ്പോൾ രാവിലെ നമ്മൾ എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്ത പോർഷനാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ എൻട്രി പിടിച്ചത്. 218, 220, 230 ആ ഒരു റേഞ്ചിൽ എടുക്കാമായിരുന്നു. അവിടുന്ന് നേരെ കയറിയിട്ടുണ്ട്. അപ്പം അപ്രോക്സിമേറ്റ് നമുക്ക് 2,500 കുറയാതെ ഒരു ലോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 2-3 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു 5,000 കുറയാതൊരു പ്രോഫിറ്റ് രാവിലെ മോർണിംഗിൽ തന്നെ ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പം നെക്സ്റ്റ് വന്ന ഒരു സെൽ എൻട്രി ഒരുപാട് പോയിട്ടില്ല, കുറച്ചൊന്നും ഇറങ്ങി തിരിച്ച് കയറി. പിന്നെ വന്നിരിക്കുന്ന ബൈ ഇപ്പോൾ കയറുന്നുണ്ട്. അപ്പോൾ 260 നമുക്ക് എൻട്രി പറഞ്ഞ് തിരിച്ചിപ്പോൾ മാർക്കറ്റ് 5 പോയിന്റോളം കയറി നിൽക്കുന്നു, ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ പോർഷനും നമുക്ക് നല്ലൊരു പോർഷനാണ്. ഇതും കൺഫേം ആയിട്ട് നമുക്ക് കയറുന്നുണ്ട്. അപ്പം കറക്റ്റായിട്ട് ഇപ്പം നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാലും നമുക്ക് റിവേഴ്സ് വന്നു. ഇപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച് റിവേഴ്സ് പോയി കഴിഞ്ഞാലും എക്സിറ്റ് ചെയ്യാനായിട്ട് അവിടെ എക്സിറ്റ് ആയിട്ടുള്ള കറക്റ്റ് ഇൻഫർമേഷൻ സോഫ്റ്റ്വെയർ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് നേരെ ഇരിക്കേണ്ട, മോർണിംഗിൽ തന്നെ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാനായിട്ട് പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും. ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയാൽ കാണാം, ഇന്ന് 3 സിഗ്നൽ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ബൈ വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ സെല്ല് വന്നിട്ടുണ്ട്, പിന്നെ എഗെയിൻ ബൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ബൈ ആണ് ഇവിടെ മേലിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ കറക്റ്റായിട്ട് ലൈവ് ഡെമോ, അതായത് സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്നു ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ലൈവ് കാണിച്ചു തരാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫോൺ നമ്പർ നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിന് ഡീറ്റെയിൽസിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് കമ്പനിയെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയണം, ഡയറക്റ്റ് ഓഫീസിൽ വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചേർത്തല KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഓൺലൈനായിട്ട് ഡെമോ കാണിച്ചിരുന്നതാണ്. അപ്പോൾ ലൈവ് ഡെമോ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ കൂടുതലായിട്ട് നമുക്ക് കുറച്ചുകൂടെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് അറിയാൻ പറ്റും. 8 സ്ട്രാറ്റജികളാണുള്ളത്. 2009 തുടങ്ങിയതാണ് നമ്മൾ ഫസ്റ്റ് വേർഷൻ. അപ്പോൾ ടോട്ടൽ 8 എണ്ണമാണ്. 2 സ്കാനറും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ലേറ്റസ്റ്റിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേക്ക് ആയിട്ടുള്ള അപ്പ് ഡൗൺസ് നമുക്ക് കുറച്ചുകൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. കൺഫ്യൂഷൻ ഉണ്ടാകുകയില്ല. ക്യാൻഡിൽ സ്റ്റിക്കിനേക്കാളും ബെറ്ററാണ്. നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ഐഡൻറ്റിഫൈ റിവേഴ്സിൽ തിരിച്ചറിയാൻ പെട്ടെന്ന് എളുപ്പമാണ്. ഇപ്പോൾ ഇന്നത്തെ ലേറ്റസ്റ്റ് ബൈ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പം നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബൈ ട്രേഡാണ് നടക്കുന്നത്. എൻട്രി കൊടുത്തിട്ടുണ്ട്, സിഗ്നൽസ് വന്നിട്ടുണ്ട്, ടൈമിങ്ങും ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ കൺഫേംഡ് ആണ്. ക്യാൻഡിലും ഗ്രീനാണ്, താഴെയും ഗ്രീനാണ്, ബൈ സോണും ഉണ്ട്. പക്ഷേ ഇത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ അത് കട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ സിഗ്നൽ എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ റിവേഴ്സായിട്ട് ഇപ്പോൾ ഒരു വെള്ള ക്യാൻഡിൽ വരുന്നില്ല. അപ്പോൾ നമ്മൾ തെറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സിറ്റ് ചെയ്യാം. പക്ഷേ സ്കാൽപ്പിങ്ങിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സിഗ്നൽ വന്ന് കൺഫേം ആയി റെഡ് കളർ സ്റ്റാർ കട്ട് ചെയ്താൽ മാത്രം നമ്മളവിടുന്ന് പോർഷൻ എടുത്ത് വെച്ചാൽ മതി. ഇന്നത്തെ രാവിലത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ സിഗ്നൽ വന്നു, കൺഫേം ആയി, ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. ഇവിടുന്ന് ബ്രേക്ക് ചെയ്തില്ല, രണ്ടാമത് ഇവിടുന്ന് പിന്നെയും ബ്രേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് രണ്ടാമത് പിന്നെ തിരിച്ച് കയറുമ്പോൾ ഈ പോർഷൻ എടുക്കാമായിരുന്നു. അവിടുന്നാണ് നമുക്ക് ആ സമയത്ത് റേറ്റ് നോക്കിയിട്ട് ഇൻ ദ മണിയിൽ ഇപ്പോൾ 24,140 നമുക്ക് ബ്രേക്ക് ചെയ്ത പോർഷൻ നമ്മൾ 24,000 കോൾ ഓപ്ഷൻ എടുത്തു. അതിവിടെ നമുക്ക് ആഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ ദിവസം വന്ന് ബൈഡേനെ കണ്ടിന്യൂഷനാണ് പോയിരിക്കുന്നത്. ഗ്യാപ്പിൽ കയറി പുൾ ബാക്ക് അടിച്ച് ഇവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക് പോയിരിക്കുന്നത്. അവിടെ നിന്ന് 228, 31 ആ റേഞ്ചിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് മാർക്കറ്റ് നേരെ കയറിയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് നമുക്ക് 2,500 കുറയാതെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ബൈ വന്നു. അപ്പോൾ ചെറുതായിട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിഫ്റ്റിയിൽ അവിടെ റിവേഴ്സൽ ട്രെൻഡിൻ്റെ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഈ പോർഷൻ എക്സിറ്റ് അടിക്കാം. അവിടെ നിന്ന് എടുക്കേണ്ട കാര്യമില്ല. കാരണം നിഫ്റ്റിയിൽ കൺഫേം ആണെങ്കിൽ മാത്രം നമ്മൾ അവിടെ എടുത്തേച്ചാൽ മതി. പിന്നെ നമ്മൾ പ്രീമിയം ചാർട്ടിൽ ഒരിക്കലും കൺഫേം നോക്കി എടുക്കരുത്. നിഫ്റ്റിയിൽ മെയിൻ ചാർട്ടിൽ കൺഫേം ആയിരിക്കും. മെയിൻ ചാർട്ടിൽ റിവേഴ്സിൽ പോകണമെങ്കിൽ അവിടെ എക്സിറ്റ് അടിക്കാം. അപ്പോൾ നമ്മൾ അവിടുന്ന് നമ്മുടെ എടുത്ത പോർഷനും നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ വെള്ള ക്യാൻഡിൽ കാണിച്ചില്ല, റിവേഴ്സിൽ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സിഗ്നൽ റിവേഴ്സായി പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പോർഷൻ നമുക്ക് എക്സിറ്റ് അടിക്കാം. അപ്പോൾ ലോസ് ഇല്ലാതെ നമുക്ക് എക്സിറ്റ് ചെയ്യാനും കറക്റ്റ് പോർഷൻ സോഫ്റ്റ്വെയർ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ലൈവിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ.